ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷം വിജയം കൊട്ടു. കണ്ടകശനിയിൽ നിന്ന് മോചനം നേടി വരുന്ന കുറേയേറെ നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് കണ്ടകശനിയിൽ നിന്ന് മോചനം നേടി വരുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക്, രോഹിണി നക്ഷത്രക്കാർക്ക്, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതിയിലുള്ള ഇടവ രാശിക്കാർക്കാണുള്ള കണ്ടകശനി 10ാം ഭാവത്തിലുള്ള കണ്ടകശനിയിൽ നിന്ന് മോചനം നേടി വരികയാണ്. അപ്പോൾ ആ 10ാം ഭാവ കണ്ടകശനിയിൽ മോചനം നേടുന്നത് മൂലം ഇവർക്ക് വരാൻ പോകുന്ന മേഖലകളിൽ തൊഴിൽ പുരോഗതി, മറ്റുള്ള മാർഗങ്ങൾ വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേന്മ കൂടുതൽ വരുവാനുള്ള സാധ്യതയും പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യതയും ഇവർക്ക് ഗുണമേന്മ തരുന്ന ഒരു ഇതാണ് കാണുന്നത്. ശനി മാറ്റത്തിലൂടെ തന്നെ അത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടകശനിയിൽ നിന്ന് മോചനം നേടുമ്പോൾ തന്നെ വളരെ ഒരു പുണ്യ നദിയിൽ കുളിച്ച് വന്ന ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത്. അത് കാരണം തന്നെ കണ്ടകശനി ഇവർ വിട്ടൊഴിയുന്നത് ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് വേണം പറയണമെങ്കിൽ. അതോടുകൂടി കണ്ടകശനിയിൽ നിന്ന് മോചനം നേടുക മാത്രമല്ല, തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം കൂടിയാകും എന്നാണ് ചുരുക്കി പറയാനുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഇടവൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം കൂടി ചേർന്ന ഇടവക്കൂറുകാർക്ക് ഗുണമേന്മയുള്ള സമയമാണ് വരാൻ പോകുന്നത്. കണ്ടകശനിയിൽ നിന്ന് മോചനം നേടുന്നതാണ് ഈ ഇടവരാശിക്കാരുകാർ കുറേയേറെ 2-2.5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കാം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ ചിങ്ങ കൂറുകാർക്ക്, അതായത് മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ ഭാഗം വരുന്ന 7ാം ഭാവത്തിലുള്ള കണ്ടകശനിയാണ്. 7ാം ഭാവത്തിലുള്ള കണ്ടകശനി എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാടുകളും അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ള സാധ്യതകളും എല്ലാമുള്ള കണ്ടകശനിയാണ് നീങ്ങിപ്പോകുന്നത്. ഈ കണ്ടകശനി നീങ്ങുന്നതോട് കൂടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരുള്ള ഐക്യത കൂടുവാനും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു വരുവാനും വിവാഹാദി മംഗളകർമ്മങ്ങൾ മുടങ്ങിപ്പോയതെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതയും മുടങ്ങിപ്പോയ ചില പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് യാത്ര പോകാനായിട്ട് കുറേ കാലമായി ചിന്തിച്ചിരിക്കുന്നവർക്ക് യാത്രാനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഈ കണ്ടകശനിയോടുകൂടി 7ാം ഭാവത്തിലുള്ള കണ്ടകശനിയോട് ഇവർക്ക് വന്നിട്ട് മാറിക്കിട്ടുന്നതാണ്. അത് കാരണം ആ കണ്ടകശനി മാറുന്നതോടുകൂടി പലവിധ ഗുണാനുഭവങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാവുകയും മനസ്സിന് വളരെ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ ഈ ചിങ്ങ രാശിക്കാർ കാണുന്നുണ്ട്. അടുത്തതായിട്ട് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വൃശ്ചിക രാശിക്കാരാണ്. അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാവവും അനിഴവും തൃക്കേട്ടയും കൂടി നടക്കുന്ന 4ാം ഭാവത്തിലുള്ള കണ്ടകശനി. 4ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഭവന സംബന്ധമായിട്ടുള്ളതും മാതാവിനെ സംബന്ധിച്ച ദേഹ സംബന്ധമായിട്ടുള്ളതും ശരീര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആക്സിഡൻറ്റ്, അതുപോലെ വീഴ്ചകൾ, അതുപോലെ തന്നെ മുറിവ്, ചതവുകൾ, അതുപോലെ തന്നെ കൈകാല് കടച്ചിലുകൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്ന് മോചനം നേടി വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ 4ാം മട സംബന്ധമായിട്ടുള്ള വാഹന സംബന്ധമായിട്ടുള്ളതും ഭവന സംബന്ധമായിട്ടുള്ളതും ഭൂമി സംബന്ധമായിട്ടുള്ളത് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം പുരോഗമന പാത വരുവാനുള്ള സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4ാം ഭാവത്തിലുള്ള കണ്ടകശനി വിടുന്നതോടുകൂടി ഇവർക്ക് മേൽക്കോയ്മ വന്നു ചേരുവാനുള്ള സാധ്യതയും ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളും മനസ്സിന് സമാധാനവും ദേഹ അരിഷ്ടതകളും മാറി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് കാരണം ഈ വൃശ്ചിക രാശിക്കാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു കണ്ടകശനിയിൽ നിന്നുള്ള മോചനം നേടി വരുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും. അത് കാരണം ഇവർക്ക് വളരെ ആസ്വദിക്കാനുള്ള സമയമാണ് ഈ കണ്ടകശനിയിൽ മോചനം നേടുന്നത്. അടുത്തതായി കണ്ടകശനി ഉള്ളത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാവവും ചതയും പൂർവ്വരട്ടാദിയും കൂടി 3/4 ഭാവം കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്കാണ്. കുംഭക്കൂറുകാർക്ക് ജന്മശനിയും കണ്ടകശനിയും കൂടിയാണ് ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ജന്മശനിയും കണ്ടകശനിയും എന്ന് പറഞ്ഞാൽ തലയിൽ ഒരു ചാക്ക് ഭാരം ചുമക്കുന്നതിന് പകരം 3 ചാക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന ഒരു ഭാരം വന്നിട്ട് ഇറക്കി വയ്ക്കുകയാണെന്ന് പറയാം. അതുപോലുള്ള സമാധാനമായിരിക്കും ഇവർക്ക് ഈ കണ്ടകശനിയിൽ നിന്ന് മോചനം കിട്ടുന്നത് പറയുന്നത്. അതോടൊപ്പം ജന്മശനിയും കൂടി മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കഴിവ് കുറവുകളും യഥേഷ്ടം വന്നു ചേരുന്ന ഒരു വർഷമായിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം നേടി വരുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. പൊതുവെ ആരോഗ്യ പുഷ്ടിയാണ് പറയുന്നത്. ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളും മാനഹാനികളിൽ നിന്നെല്ലാം നേട്ടം കൈവരിച്ച്
മാനഹാനികളിൽ നിന്ന് നേട്ടങ്ങൾ കഴിച്ചുകൊണ്ട് പുരോഗമന പാതയിൽ ചിന്തിക്കുവാനുള്ള സാധ്യതയും പുരോഗമന പാതയിൽ നീങ്ങുവാനുള്ള സാധ്യതയും ഈ കണ്ടകശനിയിൽ നിന്നും ഉണ്ട്. അതുപോലെ തന്നെ പോയ അഭിമാനം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം ഈ കണ്ടകശനി പോകുന്നതോട് കൂടിയിട്ട് ഇവർക്ക് സാധ്യമായി കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ കണ്ടകശനിയെ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടകശനിയിൽ നിന്ന് മോചനം നേടുന്ന ഈ 4 രാശിക്കാർക്ക് വളരെ സമാധാനങ്ങളുണ്ട്. കണ്ടകശനി കഴിഞ്ഞോ, അല്ലെങ്കിൽ കണ്ടകശനി ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ കണ്ടകശനി ഇപ്പോൾ നടപ്പുണ്ടോ എന്ന് പലർക്കും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ കൂടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. നമസ്കാരം.